സ്പേസ് സേവിംഗ് മെയിൻ്റെനൻസ് വർക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പുതിയ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെ വർക്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ വർക്കുകളെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക. അതുപോലെ തന്നെ ഇന്ന് പുതിയ പുതുവർഷം നമുക്ക് ജനിച്ചിരിക്കുകയാണല്ലോ. 2024 നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2023 നമുക്ക് കടന്നുപോയി. അപ്പോൾ 2024 നമുക്ക് പുതിയ കിച്ചൺ ക്യാബിനറ്റൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പല വ്യക്തികളുണ്ടാവും. ഒരു അടുക്കള എങ്ങനെ മനോഹരമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ 2023 ഫിനിഷ് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഈ വർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരികയും നിങ്ങൾക്ക് പുതുവർഷത്തിൽ നിങ്ങൾക്ക് കിച്ചൺ ക്യാബിനറ്റ് ചെയ്യാൻ പുതിയതായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ മോഡൽസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയാസൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിനെ ചെയ്ത വർക്കുകളെ കുറിച്ചുള്ള ഐഡിയകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പേസ് ഉള്ള ഒരു കിച്ചണാണ് കേട്ടോ. ഈ അടക്കകത്ത് ഒത്തിരി സ്ഥലമുണ്ട്. ഒരു വലിയ സൈസ് അളവിലാണ് ഇരിക്കുന്നത്. ഒരു 14 അടി അളവ്, 14 അടി 10 അടി സ്ക്വയർ അളവിലാണ് ഈ ഇരിക്കുന്ന കിച്ചന്റെ സ്പേസ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഒരു പഴയ മോഡൽ ആയിട്ടുള്ള കിച്ചണായിരുന്നു. പക്ഷെ അപ്പൊ ഇതിന്റെ അകത്ത് സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലോഫ്റ്റിലൊക്കെ നമ്മൾ ഡോർ വെക്കുകയും ഇത് പുതിയതായിട്ട് നമ്മളൊരു ബോക്സ് 12 അടി ലെങ്ത്തിലാണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് കിച്ചണാണ്. അപ്പൊ ഈ കിച്ചന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോക്സുകൾ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കും. ഇതുണ്ട് വളരെ സൈസ്. അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ നിന്നും ഒരു 60 സെന്റിമീറ്ററാണ് ഇരിക്കുന്നത്. ഈ 60 സെന്റിമീറ്ററിൽ നിന്നാണ് നമ്മൾ 60 സെന്റിമീറ്ററിലാണ് ഈ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ ആണ്ടോ, ഇത് കണ്ടോ, ഡോറ് നമ്മളിതൊക്കെ തട്ടുകളൊക്കെ തിരിച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റീൽ ഫിനിഷിലാണ് നമ്മൾ ഈ സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും മനോഹരമായ രീതി കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അടുക്കള ചെയ്യേണ്ടത്, കിച്ചൺ ക്യാബിനറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡ്രോയേഴ്സ് ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കി തന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈ ഗ്യാസിന്റെ ഭാഗത്ത് എപ്പോഴും 3 ഒരു ഡ്രോയർ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ഥലമുള്ള സ്ഥലത്തൊക്കെ ഡ്രോയർ സെറ്റ് ചെയ്തോളാം. ഇവിടെ നമുക്ക് ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഈ അടുക്കളയുടെ പ്രത്യേകത. നമുക്ക് ഈ ഡ്രോയറൊക്കെ തുറന്ന് എല്ലാം ഇട്ട് എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ. അടുത്തതും ഇതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു വലിയൊരു ബാസ്ക്കറ്റ്. അപ്പോൾ ഈ വലിയ ബാസ്ക്കറ്റിനോട് കൂടെ ചായപാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ വെക്കാം. കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു അടുക്കള വലുതായിട്ട് അടുക്കള ഉണ്ടെങ്കിലും നമുക്കൊരു 20% മെറ്റീരിയൽ മാത്രം മതി അടുക്കള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് 20% മെറ്റീരിയൽ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ പാത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും. അതിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഡ്രോ ഈ താഴെ ഇരിക്കുന്ന എല്ലാ ഭാഗത്തും മാക്സിമം നിങ്ങൾ ഡ്രോ തന്നെ സെറ്റ് ചെയ്യണം. അപ്പൊ ഡ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം ലാഭം നമുക്ക് തന്നു. അതുപോലെ ഈ ഇരിക്കുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റൗ പിടിപ്പിക്കുന്നത്. സ്റ്റൗ ഇവിടെയാണ് വെക്കുന്നത് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഈ കുക്കിംഗ് സ്റ്റൗ ഇരിക്കുന്ന ഭാഗത്തിന് തൊട്ട് താഴെ തന്നെ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ പുറത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത്. വീടിന്റെ പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവിടെ ഉള്ളിൽ പൈപ്പ് കൊണ്ടുവന്നിട്ട് ആണ് നമ്മളിവിടെ കാര്യങ്ങൾ കുക്കിംഗ് ചെയ്യാനുള്ള ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്പേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു 3 ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ ടൈം ഭയങ്കര ലാഭമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ നിറച്ച് പാത്രങ്ങളും സ്പൂണുകളൊക്കെ ആയി തീരുമ്പോൾ നമുക്ക് എപ്പോഴും ജോലി ചെയ്ത് തീരത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ് ഈ രീതി. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അടുക്കള ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്ന ആ ഫാബ്രിക്കേറ്റേഴ്സിനും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കുറെ കൂടി വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഇതാണ്. ഇതുപോലെ നമുക്ക് ഇതുപോലത്തെ
കട്ട്ലറി നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് സ്പൂണ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. വലിയ സ്പൂൺ വെക്കാം, ചെറിയ സ്പൂൺ വെക്കാം, അങ്ങനെ കത്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ഗുണമെന്ന് വെച്ചാൽ നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ സാധനവും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ ഗുണങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം എപ്പോഴും നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ഡ്രോയർ, വേറെ ചെറിയൊരു ഡ്രോയർ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡ്രോയർ ചെറുത് വെക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുക്കിംഗ് ചെയ്യുന്ന ഏരിയയിൽ ഇഷ്ടംമാതിരി മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമുക്ക് ആവശ്യമുണ്ട്, പഞ്ചസാര, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡപ്പ, ഒരു 10 സെൻറ്റിമീറ്റർ അളവുള്ള ഡപ്പകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ ഒന്നും നടക്കാതെ എല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനാണെങ്കിൽ ചെറിയൊരു ഡ്രൈവ് ചെയ്യുന്നത് ആണോ, ഇത്രയും അടിപൊളിയാണല്ലേ, നല്ല രസമല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഡ്രോയറൊക്കെ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും വലിയ അളവിലൊക്കെയാണ് ഡ്രോയർ ഇരുന്നത്. ഈ ഡ്രോയർ കൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംമാതിരി സാധനങ്ങൾ വയ്ക്കാൻ പറ്റും, ഇഷ്ടംമാതിരി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഇതേ ഫിനിഷിങ് നമുക്ക് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുക്കള കാണുന്ന ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും ഡ്രോയേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ഇത് 9 ഡ്രോയറാണ് നമുക്ക് വീട്ടിലുള്ളത്. അപ്പോൾ ഈ ഇത്രയും ഡ്രോയർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കും. ആപ്പാട് നമുക്ക് സ്റ്റൗ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് എൻ്റെ രസം, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ നോക്കി നമുക്ക് ഡോറൊക്കെ അടയ്ക്കാം. മനോഹരം, അടിപൊളി അല്ല. യെസ്, അപ്പൊ ഇതാണ് ഈ കിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ കിച്ചൺ അപ്പൊ നമ്മളെ ഇപ്പൊ ചെയ്തിരിക്കുന്ന കളർ തന്നെ ബ്രൗൺ ആൻഡ് ലൈറ്റ് കളറാണ്. അപ്പൊ അത് ഓരോ വീടിന്റെ ഓരോരുത്തർക്ക് ഇഷ്ടംമാതിരി കളേഴ്സ് നമുക്കുള്ളത്. എന്തൊക്കെ കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കളേഴ്സും നമുക്ക് ഇപ്പോൾ പ്രോഡക്റ്റുകളുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ആ കളറൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നിങ്ങൾ അടുക്കള മനോഹരമാക്കി തീർക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയ വർക്ക് ചെയ്യുന്ന മോഡൽസ് ഒക്കെ നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിച്ചനെ കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് തന്ന സമയത്ത് എല്ലാത്തിനും വളരെ നന്ദി. അങ്ങനെ നിങ്ങൾക്ക് കിച്ചൺ ക്യാബിനറ്റ് മനോഹരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം. ഞങ്ങളുടെ സ്ഥലം എറണാകുളമാണ്. അപ്പോൾ എറണാകുളത്തിൽ ആലുവ എന്ന സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യണത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് നിങ്ങൾ ഫോൺ ചെയ്താൽ മതി. ഫോൺ ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ വാട്സപ്പിൽ ഈ ഞങ്ങളുടെ നമ്പർ വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് വർക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് തരിക. അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള സ്ഥലത്തുള്ള ഫ്രണ്ട്സ് ജോലി ചെയ്യുന്ന ആ ഫാബ്രിക്കേറ്റേഴ്സ്, അവരുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വർക്ക് കൊടുക്കുക. അവർക്കും ഇതേപോലത്തെ മോഡൽ കാണിച്ചു കൊടുത്താൽ നമ്മുടെ ചാനലിൽ കാണുന്ന മോഡലൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമുക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക്സ്.